കുറഞ്ഞ ഒരു സമയത്തിൽ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസ കാലയളവിനിടയിൽ ഇത്രയധികം ആളുകൾ ഇത്രയേറെ തീവ്രമായിട്ടുള്ള വ്രതശുദ്ധിയോടുകൂടി എത്തിച്ചേരുന്ന തരത്തിലുള്ള ഒരു തീർത്ഥാടന സമ്പ്രദായം ലോകത്ത് മറ്റൊന്നില്ല എന്ന് പറയാം. ലോകത്തിലില്ലാതെ ഇത് വലിയൊരു എന്താ പറയേണ്ടത് ആത്മശുദ്ധിക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ഒന്നാണ്. പിന്നെ മാത്രമല്ല അതിനകത്ത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ വലിയൊരു സംഭവമുണ്ട്. വാവര് സ്വാമി മനുഷ്യരൊന്നാണെന്ന സത്യം മണികണ്ഠ സ്വാമി അരുൾ ചെയ്തു. മതമാത്സര്യങ്ങൾ ഇവിടെ വേണ്ട എന്ന മഹിതോപദേശം കേട്ടു. അപ്പോ ഇത് മതസൗഹാർദ്ദത്തിന്റെയാണ്, ആരോഗ്യ പരിപാലനത്തിന്റെയാണ്, മനസ്സിനെ തിരിച്ചു പിടിക്കാനുള്ളതാണ്, നമ്മളുടെ തന്നെ ഒരു ശക്തിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാത്രമല്ല നേച്ചർ എന്ന് പറയുന്നതിൻ്റെ, പ്രകൃതി എന്ന് പറയുന്നതിനെ തന്നെയാണ് നമ്മളെന്നും ആരാധിക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. കാരണം ശബരിമല ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്നാണ് ശബരിമല ആരാണ് പോയിട്ട് ഇത് കണ്ടെത്തിയതെന്ന്. വലിയ കാര്യമില്ല അത്. അപ്പം ശബരിമലയുടെ ഒരു ഭൂതനാഥൻ എന്ന് പറയാം, സകല ഭൂതങ്ങളുടെയും നാഥനാണ്. മാത്രമല്ല ഈ കലിയുഗ വരദനാണ്. കലിയുഗത്തിൽ ആരാധിക്കേണ്ട മൂർത്തിയാണ് അയ്യപ്പസ്വാമി. അയ്യപ്പൻ എന്ന വാക്കിൽ തന്നെ ഒരു വലിയൊരു ശക്തി ഒളിഞ്ഞു കിടപ്പുണ്ട്, വലിയൊരു പ്രപഞ്ച രഹസ്യം ഒളിച്ചു കിടപ്പുണ്ട്. അതാണ് എന്താ പറയാ, ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല. അങ്ങനെ ഒരേയൊരു ലക്ഷ്യം ശബരിമാമല, ഒരേയൊരു മോഹം ദിവ്യദർശനം, ഒരേയൊരു മാർഗം 18-ാം പടി, ഒരേയൊരു മന്ത്രം ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഈ 18 പടി കയറി നമ്മൾ ചെന്ന് കഴിഞ്ഞ് കാണുന്നത് തത്വമസി. അതിനേക്കാൾ വലിയൊരു തിരിച്ചറിവുണ്ടോ? യഥാർത്ഥത്തിൽ നമുക്ക് തരുന്ന പലതരത്തിലുള്ള അറിവുകൾക്കും അപ്പുറത്തുള്ള ഏറ്റവും വലിയ തിരിച്ചറിവാണ് അത് നീയാകുന്നു, അതല്ലെങ്കിൽ അത് ഞാനാകുന്നു.